ശശികല ടീച്ചർ, യുവതിയുടെ ആത്മഹത്യയിൽ പ്രതി റിയാസിനെതിരെ നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള വകുപ്പ് പോലീസ് ചുമത്തുന്നില്ല. നിയമോപദേശം കിട്ടിയ ശേഷമേ ഈ വകുപ്പ് ഇടണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവൂ എന്നാണ് പോലീസിൻ്റെ ഭാഷ്യം. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ എല്ലാം മറന്ന് ഇറങ്ങിച്ചെന്ന തന്നോട് മതം മാറാൻ റമീസ് നിർബന്ധിച്ചെന്ന് എഴുതി വെച്ചിട്ടും പോലീസ് അത് ബോധപൂർവം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നിയമപരമായ ഉപദേശം ലഭിച്ച് കേസെടുക്കൂ എന്ന് പറഞ്ഞത് ശരിയാ. അത് പലപ്പോഴും സമസ്തയുടെയാണോ എന്ന് മാത്രമേ അറിയേണ്ടുള്ളൂ. സമസ്തയുടെ കയ്യിൽ നിന്ന് ഒരു ഉപദേശം കിട്ടിയാൽ മാത്രമേ കേസെടുക്കൂ എന്ന് തുറന്നു പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇവിടെ നമുക്കറിയാം 1.5 പതിറ്റാണ്ടിലധികമായിട്ട് കേരളം ഗൗരവമായി ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ കണ്ണടച്ചിരുട്ടാക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എത്ര കുട്ടികൾ ഇതിൽ ഇരയാക്കിയാലാണ് നമ്മുടെ കണ്ണ് തുറക്കുക എന്ന് ഇപ്പോഴും അറിയില്ല. കണ്ണ് തുറക്കായല്ല, കണ്ണ് അടച്ചേ ഇരിക്കൂ എന്നുള്ള വാശി കൊണ്ടാണ്, അല്ലാതെ തുറക്കാൻ പറ്റാഞ്ഞിട്ടല്ല. അപ്പൊ ഇങ്ങനൊരു സന്ദർഭത്തില് നമുക്ക് സമാജത്തിന് എത്ര തന്നെ ജാഗ്രത ഉണ്ടെങ്കിലും ഭരണകൂടത്തിന്റെ പിന്തുണയില്ലാതെ നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ കുട്ടിയുടെ മരണമൊഴി അല്ലെങ്കിൽ മറ്റേ സൂയിസൈഡ് നോട്ടിലാണ്, ആത്മഹത്യാ കുറിപ്പിലാണ് ആ കുട്ടി എഴുതിയിരിക്കുന്നത് എന്നെ മതം മാറ്റാൻ നിർബന്ധിച്ചു എന്നുള്ളത്. എന്നെ ഈ പറഞ്ഞ പോലെ ആൺസുഹൃത്തിന്റെ വീട്ടുകാർ മർദ്ദിച്ചു. ഇതൊക്കെ ആ കുട്ടി എഴുതിയതാണ്, നമ്മളാരും എഴുതി കൊടുത്തതല്ല. അല്ലെങ്കിൽ അത് ആ കുട്ടിയുടെ അല്ല എന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ കൃത്യമായി ആത്മഹത്യ ചെയ്ത ഒരു കുട്ടി തന്നെ അതിനെ പ്രേരിപ്പിച്ചത് ഇന്നതാണ് എന്ന് എഴുതിയാൽ അതിന് പിന്നെ ഇനി എന്ത് നിയമോപദേശമാണ് കിട്ടേണ്ടത്? നിർബന്ധിതമായ മതപരിവർത്തനം എന്നുള്ളത് അതിനകത്ത് പെട്ടാൽ പിന്നെ എന്ത് നിയമോപദേശമാണ് കിട്ടേണ്ടത്? അപ്പോ കേരളം ഇതൊന്നും ഇല്ല. കാരണം കാലങ്ങളായി ലവ് ജിഹാദ് എന്നൊന്നും ഇല്ല. ദൈവത്തെ പോലെ ഇപ്പൊ നമുക്ക് ലവ് ജിഹാദ് എന്ന് പറഞ്ഞാല്, കാരണം ദൈവത്തിന്റെ അനുഗ്രഹമൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധ്യമല്ലോ. എല്ലായിടത്തും ഉണ്ട്, തൂണിലും തുരുമ്പിലും ഉണ്ട്, പക്ഷെ നമുക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെയാണല്ലോ നമ്മുടെയൊക്കെ ഈശ്വര സങ്കല്പം. ഏറെക്കുറെ ലവ് ജിഹാദിന്റെ സങ്കല്പവും കേരളത്തിൽ, യാഥാർത്ഥ്യവും കേരളത്തിൽ അങ്ങനെയാണ്. കാരണം എല്ലായിടത്തും അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോ ഇന്ന് വളരെ കൃത്യമായി, കാരണം വളരെ ശരിയായി തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രം അടുത്ത ഒരു മാസത്തിനുള്ളിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് വിവാഹം രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ രജിസ്റ്റർ ഓഫീസുകൾ കൊടുത്തിട്ടുള്ള 12 ഒറ്റ മാസത്തിനകത്താട്ടോ, അത് ഇനി അതിനപ്പുറം ഉണ്ടായിരിക്കും, അത്തരം രേഖകൾ ഞങ്ങൾക്കൊക്കെ കൈമാറി കിട്ടിയിട്ടുണ്ട്. 12 കുട്ടികൾ, ആ 12ഉം ഹിന്ദു കുട്ടികൾ, അതിൽ 1-2 ക്രിസ്ത്യൻ കുട്ടികൾ. വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്മാരെല്ലാം, വരന്മാരെല്ലാം മുസ്ലിങ്ങളുമാണ്. ഇത് ആകസ്മികമായി സംഭവിക്കുന്നതാണ്. പ്രേമമൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ടാവും, അതില്ല നമ്മൾ പറയുന്നില്ല. അത് ഒരു പക്ഷേ ഹിന്ദുക്കൾ തമ്മിലുണ്ടായിരിക്കും, ഹിന്ദുക്കളും ക്രിസ്ത്യൻ, അതിന് മതമില്ല. പ്രേമത്തിന് കണ്ണും കാതും ഒന്നും ഇല്ല എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ പിന്നെ അതിൽ മതം ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അത് മറ്റെന്തൊക്കെയോ ഒരു പക്ഷേ വൈകാരികമായ കൂടിച്ചേരലുകൾ, അല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു നോട്ടം മതിയാകാം. അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പ്രേമത്തെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്. അതിനൊന്നും ആരും എതിരല്ല. യൗവനത്തിൽ അതൊക്കെ ഉണ്ടാകും, അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകും, ഇതിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അതേസമയം ഇതിനകത്ത് മതം കടന്നുകൂടുകൊണ്ടാണ് നമ്മൾ ആ വിഷയത്തെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോ അതല്ലാത്ത ഒരു പക്ഷെ പ്രണയത്തിലും ചിലപ്പോൾ അന്യോന്യം കൊന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകാം, അതും അല്ലെങ്കിൽ വിവാഹശേഷം അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകാം പ്രേമവിവാഹങ്ങളിൽ. ഇനി അറേഞ്ച്ഡ് മാരേജിലും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കരുത്. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മതം എന്നുള്ളതാണ്. അത് കടന്നു വരുന്ന വിഷയങ്ങൾ അതിൽ നമ്മൾ അത് ചർച്ച ചെയ്യണ്ടേ? ഇപ്പൊ നമുക്ക് കൊറോണയ്ക്ക് വാക്സിൻ നിർമ്മിക്കുമ്പോൾ ക്യാൻസറിന് ഇവിടെ വാക്സിൻ ഇല്ലല്ലോ, പിന്നെ എന്തുകൊണ്ട് ക്യാൻസർ വരിച്ചിട്ടല്ലേ അധികം ആളുകൾ മരിക്കുന്നത്? ക്യാൻസറിന് വാക്സിൻ ഇല്ലാത്തടത്തോളം, ഇനിയിപ്പോ എന്തോ ഒരു വാക്സിൻ ഉണ്ടെന്ന് പറയുന്നല്ലേ, ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾ എന്തിനാ കൊറോണയ്ക്ക് വാക്സിൻ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ച പോലെയാ. അല്ലാതെ നടക്കുന്നില്ലേ? പ്രേമവിവാഹങ്ങൾ തകരുന്നില്ലേ? അതിലും കൊലപാതകവും ആത്മഹത്യയും നടക്കുന്നില്ലേ എന്ന് വെച്ചാൽ അതൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണോ അതും നമുക്ക് ചർച്ച ചെയ്യണം. പക്ഷെ ഇവിടെ ഇത്തരം ധാരാളം കേസുകളില് മതം കടന്നു വരുന്നു. അത് കൺവേർഷനുള്ള ഒരു ജിഹാദായിട്ട് മാറുന്നു, മതം മാറ്റത്തിനുള്ള ഒരു ഉപാധിയായിട്ട് പ്രേമത്തെ മാറ്റുന്നു. അത് ചർച്ച ചെയ്യേണ്ടേ നമ്മള്? ഒരു വീട്ടിൽ 1-2 കുട്ടികൾ, ഇനി എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെയാണ്. 1-2 കുട്ടികളുള്ള ഒരു വീട്ടിൽ അത്തരത്തിലൊരു കുട്ടിയെ ഇതുപോലൊരു കെണിയിൽപ്പെടുത്തിയാല് അത് പലപ്പോഴും മയക്കുമരുന്ന് കേസിലൂടെയാകാം, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചാകാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വഞ്ചനയിലൂടെ, ഇനി അല്ലെങ്കിൽ പ്രേമം തന്നെ പറഞ്ഞുകൊണ്ട് അതിനുശേഷം മതം മാറണം എന്ന നിർബന്ധം വരുമ്പോൾ അത് മതേതര രാഷ്ട്രത്തിന് ഭൂഷണമാണ്. ഇതേതായാലും സൗദി അറേബ്യ, പാകിസ്ഥാനോ ഒന്നും അല്ലല്ലോ. കർശനമായ മതനിയമങ്ങൾ അല്ലല്ലോ ഇന്ത്യയെ ഭരിക്കുന്നത്. എല്ലാവരും പൊക്കിപ്പിടിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണല്ലോ. ആ ഇന്ത്യൻ ഭരണഘടന പ്രകാരം വിവാഹിതയായാൽ ഭർത്താവിന്റെ മതത്തിലേക്ക് മാറിക്കൊള്ളണം എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ മാറ്റിയെടുക്കണം എന്നെവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോ ഇവിടെ സ്ത്രീകളുടെ അവകാശങ്ങളാണ് ചോദ്യം ചെയ്യുന്നത്.
ഒരു പെൺകുട്ടി പ്രേമത്തിൽ പെട്ടു എന്നുള്ളത് കൊണ്ട് അവളുടെ പ്രിയപ്പെട്ടതൊക്കെ അവൾ അവഗണിക്കണം. അപ്പോ മതം മാറാൻ ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ അത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ എന്തൊക്കെയോ തെറ്റ് ചെയ്തിട്ടും അത് ആ കുട്ടിയൊക്കെ പുറത്തിട്ടുണ്ട് എന്നാ പറയുന്നത്. മറ്റെന്തൊക്കെയോ ഗൗരവമുള്ള കേസുകളിൽ അവൻ ചെന്ന് വിട്ടിട്ടുണ്ട്. അതിലൊക്കെയും ആ കുട്ടി അവൻ എന്നാലും പ്രേമമാണ് വലുത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും ആ കുട്ടിക്ക് മതം മാറ്റം എന്നുള്ളത് അംഗീകരിക്കാൻ വയ്യ എന്ന് പറയുമ്പോൾ അത്തരക്കാരുടെ മനസ്സിൽ എന്തുമാത്രം ഇതുമായി ബന്ധപ്പെട്ട പിടിവലികൾ നടന്നിട്ടുണ്ടാകും. മനസ്സ് എത്രമാത്രം അസ്വസ്ഥമായിട്ടുണ്ടാകും ഇങ്ങനെ ഓരോ കുട്ടികളും അവിടെ എത്തുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ചർച്ചയിൽ മാത്രം നിർത്തിയത് എവിടെ എത്തില്ല. ഇത് നിയമം കൊണ്ട് തന്നെ തടയേണ്ടി വരും. ഇതിപ്പോ നമ്മളുണ്ടെന്ന് പറയും, ഇസ്ലാമിക സംഘടനകൾ ഇല്ലെന്ന് പറയും. ഇസ്ലാമിക സംഘടനകൾ പറയുന്നിടത്തേ കേരളത്തിലെ സർക്കാരിനും രാഷ്ട്രീയക്കാർക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അതൊരു ഗതികെട്ട അവസ്ഥയാണല്ലോ കേരളത്തിൽ. നമുക്കറിയാം പിന്നെ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നാൽ ആരെങ്കിലും കല്ല് തട്ടി താഴെ വീണാലും മതി, അല്ലെ വഴിയെ പോകുന്ന ഏതെങ്കിലും പക്ഷി തലയിൽ കാഷ്ടിച്ചാലും മതി, അതിന്റെ പേരിൽ ഇവിടെ വലിയ കോലാഹലം നടക്കുമ്പോഴാണ് ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ ഒരു കുടുംബാംഗം കൃത്യമായി എഴുതി വെച്ചിട്ട് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും നമുക്കതൊരു ഗൗരവമുള്ള വിഷയമല്ല. അതുതന്നെയാണ് ഈ തീവ്രവാദികൾക്ക് ഭീകരവാദികൾക്ക് ഇത്തരത്തിൽ അഴിഞ്ഞാടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ എത്ര കേസായി ചർച്ച ചെയ്യുന്നു? കൊട്ടാരക്കരയിലെ ആകാം, അല്ലെ, ഓയൂരെ എത്ര കേസായി നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ ചർച്ച ചെയ്ത്. ഇതിന്റെ ഇടയിൽ ഒരു പക്ഷേ പുറത്തറിയാത്ത വിധത്തിൽ രക്ഷപ്പെടുത്തി വരുന്ന ധാരാളം കേസുകളുണ്ട്. ധാരാളം കേസുകൾ ഇത്തരത്തിൽ പെടുന്ന കുട്ടികളെ രക്ഷിതാക്കളുടെ അമിതമായ താല്പര്യം അല്ലെങ്കിൽ അവരുടെ സ്നേഹം നിമിത്തം ഇതിന്നൊക്കെ ഒഴിവാക്കി കൊണ്ടുവരുന്ന അതിനവർ പല ഒരു പക്ഷെ കൗൺസിലിംഗ് ആകാം അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങളാകാം, ഇങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നത് ഇതിൽ പെടുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ്. അപ്പൊ നമ്മൾ ഈ കാണുന്നതല്ല ഇവരുടെ ശ്രമം. ഈ 1, 2, 3 നമ്മൾ ഒരാഴ്ചയിൽ 2, 3 ചർച്ച ചെയ്യുന്നെങ്കിൽ 2, 3 ലവ് ജിഹാദ് കേസുകളല്ല ഇവിടെ നടക്കുന്നത്. മതം മാറ്റാൻ കൊണ്ടുപോയടത്തുനിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കെണിയിൽ നിന്ന് അത്തരം ധാരാളം കുട്ടികൾ നമുക്കിടയിലുണ്ട്. ഇത് ദിവസം തോറും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഹിന്ദു ഐക്യവേദിയോ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ ആർഷവിദ്യാ സമാജം ഇങ്ങനെയുള്ള ധാരാളം സംഘടനകൾ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നുണ്ട്. കൗൺസിലിംഗ് സെന്ററുകൾ നടത്തുന്നുണ്ട്. കുട്ടികളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് അവിടെ കൗൺസിലിംഗ് നടത്തിക്കൊണ്ട് അവരെ പുനരധിവസിപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് ഇത്തരം കെണികളിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഇപ്പൊ ഈ ഞങ്ങൾ 2, 3 സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് 2, 3 സംഘടനകളല്ല അതിൽ പരിശ്രമിക്കുള്ളൂ. ധാരാളം പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ എത്രമാത്രം പെൺകുട്ടികൾ ഇവരുടെ കെണിയിൽ പെടുന്നു എന്നുള്ളത് ആലോചിച്ചാൽ അത് വളരെ വളരെ വലിയൊരു കണക്കാണ്. അത് കേരളം പോലൊരു രാജ്യത്ത് നമ്മൾ പറയുന്ന രാഷ്ട്രീയമായി പ്രബുദ്ധരാണെന്ന് പറയുന്നു, മതേതരമാണെന്ന് പറയുന്നു, മതമല്ല പ്രശ്നം എന്ന് ഉറക്കെ പറഞ്ഞവരാണ്. പക്ഷെ ഒന്ന് കല്യാണം കഴിച്ച് ജീവിക്കണമെങ്കിൽ മതമാണ് പ്രശ്നം എന്ന് വരുന്നത് അത് ഏതായാലും അത്ര നല്ലൊരു കാര്യമല്ല. കാരണം കുട്ടികളെ പ്രേമിക്കുന്നത് അവർ ഹിന്ദുവാണ് അല്ലെങ്കിൽ ക്രിസ്ത്യനാണ് എന്ന് കണ്ടിട്ടല്ലേ പ്രേമിക്കുന്നത്. അവര് വിടുന്ന വേഷഭൂഷാദികൾ എന്താണോ അത് അംഗീകരിച്ചുകൊണ്ടല്ലേ പ്രേമിക്കുന്നത്. പ്രേമം കല്യാണത്തിലേക്ക് എത്തുമ്പോൾ ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്നത് പേര് മാറണം, വേഷം മാറണം, അല്ലെങ്കിൽ വേഷഭൂഷാദികൾ മാറണം, മതം മാറണം, അവരുടെ ആചാര രീതികൾ മാറണം, മാതാപിതാക്കളെ വെറുക്കണം. നമ്മളാ കൊട്ടാരക്കരയിലെ കേസിൽ നമ്മൾ ചർച്ച ചെയ്തു, മാതാപിതാക്കളെ വെറുക്കണം. ഇതൊക്കെയാണ് അവർ ആദ്യം പഠിപ്പിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ പെറ്റമ്മയോ അല്ലെങ്കിൽ ജന്മം നൽകിയ അച്ഛനെയോ ഒക്കെ വെറുപ്പിച്ചുകൊണ്ട് ഇവർക്ക് എന്താണ് നേടാനുള്ളത്? അപ്പൊ അങ്ങനെ ചില മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മതം സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കാത്തവരെ വെറുക്കണം. അവർ എത്ര രക്തബന്ധത്തിൽപ്പെട്ടവരാണെങ്കിലും അവരെ വെറുക്കണമെന്ന് ചില മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിമകളാണ് യുവാക്കൾ. അതുകൊണ്ട് തന്നെ അവരെ ഈ യുവാക്കളെ നമ്മളിപ്പോ ഇയാളെ കേസിൽപ്പെടുത്തി എന്നുള്ളതുകൊണ്ട് കൂടുതൽ ജിഹാദ് ഇല്ലാണ്ട് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളെ കേസിൽപ്പെടുത്തണം, അത് പ്രതിയെ ശിക്ഷിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം. പക്ഷെ ഇത്തരം ആശയങ്ങൾ എവിടെ നിന്നാണോ കിട്ടുന്നത് ആ ആശയങ്ങളെ പറ്റി ഇനിയെങ്കിലും മടി തീരാതെ നമ്മൾ ചർച്ച ചെയ്യണം. അത് അവർക്ക് കിട്ടുന്ന ബാല്യകാല വിദ്യാഭ്യാസത്തിലൂടെയാണോ അല്ലെങ്കിൽ അവർ അതിന് നിർബന്ധിതരാവുകയാണോ? തന്റെ മതവിശ്വാസം ഇങ്ങനെയാണ് എന്ന് അതിന് നിർബന്ധിതരാവുകയാണോ എങ്കിൽ തീർച്ചയായും നമ്മൾ വിളയിൽ കൊണ്ടുവന്നിട്ടല്ല വളം വെക്കേണ്ടത്. അത് എവിടെയാണോ വെക്കേണ്ടത്, എവിടെയാണോ കീടനാശിനി പ്രയോഗിക്കേണ്ടത് അവിടെ തന്നെ പ്രയോഗിച്ചിരിക്കണം എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.